നമസ്കാരം. സന്ധ്യാദീപത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 സന്ധ്യാദീപം. ശ്രീകൃഷ്ണനോളം വ്യാപകമായ സ്വാധീനം ജനമനസ്സുകളിൽ ചെലുത്തിയ ഒരു വ്യക്തിയും ഭൂമുഖത്ത് ആവിർഭവിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയാവില്ല. കൽത്തുറങ്കിൽ പിറന്നു വീണ നാൾ മുതൽ കാട്ടാളൻ്റെ ബാണം കാലിലേറ്റ് ശരീരം ത്യജിച്ച അന്ന് വരെ ഭഗവാൻ ചെയ്ത ലീലകൾ ഓരോന്നും ജഗന്മോഹനം തന്നെയായിരുന്നു. അച്ഛനമ്മമാർക്ക് കണ്ണിലുണ്ണിയായ വാത്സല്യഭാജനം, കൂട്ടുകാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തോഴൻ, ഗോക്കൾക്കും കിടാങ്ങൾക്കും പ്രിയങ്കരനായ ഇടയൻ, ബ്രഹ്മേന്ദ്ര രുദ്രാദി ദേവന്മാർക്ക് ദേവദേവൻ, യോഗികൾക്ക് ഹൃദിസംസ്ഥിതനായ പരമപുരുഷൻ, തത്വജ്ഞാനികൾക്ക് പൂർണ്ണം ബ്രഹ്മസനാതനം, കവികൾക്ക് ധീരോദാത്തനും ധീരലളിതനുമൊക്കെയായ കാവ്യനായകൻ, നാട്യാചാര്യന്മാർക്ക് വിശ്വനർത്തകൻ, ചിത്രകാരന്മാർക്ക് പീതാംബരമുടുത്ത് പീലി ചാർത്തിയ നീലമേഘ ശ്യാമസുന്ദരൻ, വീരന്മാർക്ക് നിത്യാത്ഭുതമായ വീരേതിഹാസ പുരുഷൻ, പണ്ഡിതന്മാർക്ക് സർവശാസ്ത്ര വിശാരദനായ ആചാര്യവര്യൻ. ഇങ്ങനെ വർണ്ണിച്ചാൽ ഒടുങ്ങാത്ത വിശേഷണങ്ങളും വിശേഷവും അനുനയിക്കുന്ന ധാമമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ മനീഷ പഞ്ചകം ആലപിക്കുന്നത് കേൾക്കാം. ശശ്വന്നശ്വരമേവ വിശ്വമഖിലം നിശ്ചിത്യ വാചാ ഗുരോഃ നിത്യം ബ്രഹ്മ നിരന്തരം വിമൃശതാ നിർവ്യാജ ശാന്താത്മനാ ഭൂതം ഭാവി ച ദുഷ്കൃതം പ്രദഹതാ സംവിന്മയേ പാവകേ പ്രാരബ്ധായ സമർപ്പിതം സ്വവപുരിത്യേഷ മനീഷാ മമ. സന്ധ്യാദീപം. ഇനി ശങ്കരസ്തോത്രാമൃതം. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശങ്കരകൃതികളിൽ മനീഷാ പഞ്ചകത്തിൽ
3-ാം ശ്ലോകം ശ്രദ്ധിക്കുന്നു. അവിടെ ഈ വിശ്വമഖിലവും നശ്വരമാണെന്നും നിത്യമായത് ബ്രഹ്മമാണെന്നും ഗുരുനാഥൻ്റെ ഉപദേശം കൊണ്ട് മനസ്സിലാക്കി നിശ്ചയിച്ചുറപ്പിച്ച് പരിശുദ്ധമായ അന്ധഃകരണം കൊണ്ട് പരമസത്യത്തെ നിരന്തരം വിചാരം ചെയ്യുന്നവനാൽ ഭൂതവും ഭാവിയുമായ ദുഷ്കൃതം മുഴുവൻ ദഹിപ്പിക്കപ്പെടുന്നു എന്ന് പറഞ്ഞു. സാമാന്യമായി ധാർമ്മിക തലത്തിൽ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെ കൊണ്ട്, ധാർമ്മിക പ്രവൃത്തികളെ കൊണ്ട് അഥവാ സുകൃതങ്ങളെ കൊണ്ട് പാപകർമ്മങ്ങളെ ഇല്ലാതാക്കുന്നു. ഇപ്പോൾ സാമാന്യമായി ലോകത്തിൽ നമ്മൾ പുണ്യം ചെയ്യൂ എന്നാണ് പറയുക. എന്നാൽ വേദാന്ത വിചാരത്തിൻ്റെ തലത്തിലേക്ക് എത്തുമ്പോഴത്തേക്ക് ധർമ്മം പോലും അപ്രസക്തമായി തീരുന്ന തലമാണ്. അവിടെ സാധകൻ പാപത്തെ പോലെ പുണ്യവും തന്നെ ബന്ധിക്കുന്നതാണെന്ന തിരിച്ചറിവിലേക്ക് എത്തുന്നുണ്ട്. പാപം മനുഷ്യനെ ദുഃഖം, ക്ലേശങ്ങൾ തുടങ്ങിയവയിൽ ബന്ധിക്കുമെങ്കിൽ പുണ്യം സുഖം, ജ്ഞാനം തുടങ്ങിയവയിൽ ബന്ധിക്കും. രണ്ടും ബന്ധനം തന്നെയാണ്. എന്നല്ല ദുഃഖത്തേക്കാൾ നമ്മളെ കൂടുതൽ ബന്ധിക്കുക സുഖമാണ്. കാരണം ദുഃഖത്താൽ ബാധിക്കപ്പെടുന്ന ഒരാൾക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നുള്ള ചിന്ത ഉണ്ടാവും. സുഖത്താൽ ബാധിക്കപ്പെടുന്ന ആൾക്ക് അതുണ്ടാവില്ല. അതുകൊണ്ട് സൂക്ഷ്മതലത്തിൽ സാധകനെ സംബന്ധിച്ച് പാപവും പുണ്യവും ഒരുപോലെ ബന്ധകാരികളാണ്. അതുകൊണ്ട് ദുഷ്കൃതത്തെ ദഹിപ്പിക്കുന്നവൻ എന്ന് പറയുന്നിടത്ത് സുഹൃതത്തെയും ദുഷ്കൃതത്തെയും ദഹിപ്പിക്കുന്നവൻ എന്ന അർത്ഥം മനസ്സിലാക്കണം. അപ്പോൾ ഭൂതകാലത്തിലും ഇനി ഭാവിയിൽ വരാനിരിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള എല്ലാവിധ കർമ്മങ്ങളെയും ദഹിപ്പിക്കുന്നവനാൽ ഉപനിഷത്ത് വ്യക്തമായി പറയും, പരമമായ സത്യസാക്ഷാത്കാരത്തിൽ ഒരു മനുഷ്യൻ്റെ എല്ലാ കർമ്മങ്ങളും ക്ഷയിക്കുന്നു എന്ന്. ക്ഷീയന്തേ ചാസ്യ കർമാണി തസ്മിൻ ദൃഷ്ടേ പരാവരേ എന്ന്. ആ പരാപരമായ ബ്രഹ്മം സാക്ഷാത്കരിക്കപ്പെടുമ്പോൾ എല്ലാ കർമ്മങ്ങളും ക്ഷയിക്കുന്നു. പുണ്യവും പാപവും എല്ലാം, ഭൂതവും ഭാവിയും എല്ലാം. പിന്നെ അയാൾക്ക് കർമ്മബന്ധനമില്ല. അങ്ങനെ സകല സുഹൃത ദുഷ്കൃതങ്ങളെയും ക്ഷയിപ്പിക്കുന്നവനാൽ അവിടെ ചോദ്യം വന്നു, എവിടെയാണ് ഈ കർമ്മങ്ങളെ മുഴുവൻ ക്ഷയിപ്പിക്കുന്നത്? സംവിന്മയേ പാവകേ, അഗ്നിയിൽ. പാവകേ അഗ്നിയിൽ. ഏതഗ്നിയിൽ? സംവിന്മയേ, സമ്യക് വേത്തീതി സംവിത്ത്. നല്ലപോലെ അറിയുന്നു. എന്തിനെ കൊണ്ടോ അതാണ് സംവിത്ത്. അപ്പം സംവിന്മയമായ എന്ന് പറഞ്ഞാൽ ജ്ഞാനമയമായ അഗ്നിയിൽ. അപ്പം ജ്ഞാനമയമായ അഗ്നിയിൽ സകല പാപങ്ങളെയും പുണ്യങ്ങളെയും ഭസ്മീകരിക്കുന്നു, എല്ലാ കർമ്മങ്ങളെയും. ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാത് കുരുതേ എന്ന് ഭഗവാൻ ഗീതയിൽ ഉപദേശിക്കുന്നത് ശ്രദ്ധിക്കുക. ജ്ഞാനമാകുന്ന അഗ്നി സകല കർമ്മങ്ങളെയും ഭസ്മമാക്കുന്നു എന്ന്. അവിടെ ഗീതോപദേശത്തിൽ വളരെ ശ്രദ്ധേയമായ ദൃഷ്ടാന്തം പറയുന്നുണ്ട്. യഥൈധാംസി സമിദ്ധോഗ്നി ഭസ്മസാത് കുരുതേർജുന ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാത് കുരുതേ തഥാ. എപ്രകാരമാണോ നല്ലപോലെ ജ്വലിപ്പിക്കപ്പെട്ട അഗ്നി വിറകുകളെ വെണ്ണീറാക്കുന്നത്, അതുപോലെ ജ്ഞാനമാകുന്ന അഗ്നി എല്ലാ കർമ്മങ്ങളെയും വെണ്ണീറാക്കുന്നു എന്ന്. അപ്പം ജ്ഞാനമയമായ അഗ്നിയാൽ പുണ്യപാപാത്മകങ്ങളായ സകല കർമ്മങ്ങളും ഭസ്മീകരിക്കപ്പെടുന്നു. ഇങ്ങനെ സകല കർമ്മങ്ങളും ഭസ്മീകരിക്കപ്പെട്ടാൽ അവൻ മുക്തനായി. അയാൾക്കിനി ബന്ധനമില്ല. അയാളെ ഭൂതമോ ഭാവിയോ ബന്ധിക്കുന്നില്ല. അതുകൊണ്ട് അയാൾക്കിനി ജന്മം എടുക്കേണ്ടതില്ല. അയാൾ സർവതന്ത്ര സ്വതന്ത്രനായി മുക്തനായിരിക്കുകയാണ്. അയാൾ ആനന്ദ സ്വരൂപത്തിൽ കഴിയുകയാണ്. അപ്പോൾ അവിടെ ഒരു ചോദ്യം വരും, അങ്ങനെയാണെങ്കിൽ പിന്നെ അയാൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? എന്തിനാണ് അയാൾ ജീവിക്കുന്നത്? അവിടെയാണ് പറയുന്നത്, പ്രാരബ്ധായ സമർപ്പിതം സ്വവപുഹു. ഇങ്ങനെയുള്ളൊരു മഹാൻ, ജീവൻ മുക്തനായ മഹാൻ, ജീവിച്ചിരിക്കെ തന്നെ പുണ്യപാപാത്മകങ്ങളായ സകല കർമ്മങ്ങളെയും ജ്ഞാനമാകുന്ന അഗ്നിയാൽ ഭസ്മീകരിച്ച മഹാൻ എങ്ങനെ ഇരിക്കുന്നു? പ്രാരബ്ധായ സമർപ്പിതം സ്വവപുഹു. പ്രാരബ്ധത്തിനായിക്കൊണ്ട് സ്വന്തം വപുസ്സിനെ സമർപ്പിച്ചിരിക്കുകയാണ്. എന്താണോ പ്രാരബ്ധം അത് നടക്കട്ടെ.
അത് സുഖമാണോ ദുഃഖമാണോ, മാനമാണോ അപമാനമാണോ, ശീതമാണോ ഉഷ്ണമാണോ, എന്തോ വരട്ടെ. കാരണം നമുക്ക് ശരീരമുണ്ടെങ്കിൽ പ്രാരബ്ധമുണ്ട്, അഥവാ പ്രാരബ്ധമുണ്ടെങ്കിൽ ശരീരമുണ്ട്. പ്രാരബ്ധം ക്ഷയിച്ചാൽ ഒരു നിമിഷം പോലും ശരീരം നിൽക്കില്ല. ഇപ്പം ഏത് അജ്ഞാനിയായാലും വിജ്ഞാനിയായാലും ശരീരമുണ്ടെങ്കിൽ ശരീരഗതമായ പ്രാരബ്ധമുണ്ട്. അപ്പോൾ ഒരു സംശയം നമുക്ക് വരാം, അജ്ഞാനിക്കും വിജ്ഞാനിക്കും പ്രാരബ്ധമുണ്ടെങ്കിൽ പിന്നെ എന്താണ് വിജ്ഞാനിയുടെ മഹിമ? മറുപടി, സാധാരണ ലൗകികൻ പ്രാരബ്ധങ്ങളിൽ കെട്ടുപടഞ്ഞ് അയ്യോ എനിക്കിത് വന്നുവല്ലോ, അല്ലെങ്കിൽ എനിക്കിത് ലഭിച്ചുവല്ലോ എന്ന് അതിനോട് താതാത്മ്യപ്പെട്ട് ഹർഷവിഷാദങ്ങളെ പ്രാപിക്കും. എന്നാൽ ജീവൻ മുക്തനായ മഹാപുരുഷനാകട്ടെ ഒരു തരത്തിലും ബന്ധിക്കപ്പെടാതെ ആനന്ദത്തോടുകൂടി മാറി നിന്ന് തൻ്റെ പ്രാരബ്ധത്തെ നോക്കിക്കാണാനും സന്തോഷത്തോടു കൂടി സാക്ഷിയായിട്ട് അനുഭവിക്കാനും സാധിക്കും. അതുകൊണ്ട് പ്രാരബ്ധത്തിനായിക്കൊണ്ട് സമർപ്പിച്ചിരിക്കുകയാണ്. അയാൾ സുഖം ആഗ്രഹിക്കുന്നില്ല, ദുഃഖം ആഗ്രഹിക്കുന്നില്ല, ഒരാഗ്രഹവും അയാൾക്കില്ല. എന്താണ് പ്രാരബ്ധം? അത് സംഭവിക്കട്ടെ. ഒരു ഫാനിലേക്കുള്ള വൈദ്യുതി ബന്ധം നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ, വിച്ഛേദിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് വൈദ്യുതി പ്രവഹിക്കുന്നില്ല, മോട്ടോർ കറങ്ങുന്നില്ല. പക്ഷേ ഇതിനു മുമ്പ് കറങ്ങിയ വേഗം കൊണ്ട് ആ ഫാൻ ഇനിയും കുറേ നേരം കറങ്ങും. എത്ര നേരം കറങ്ങുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല, കാരണം അത് ഒട്ടനവധി ഘടകങ്ങളുടെ അപേക്ഷയിലാണ്. ഇതുപോലെ ഒരു വിജ്ഞാനിയുടെ ശരീരം പ്രാരബ്ധാനുസാരം നിലനിൽക്കും. ആ നിലനിൽക്കൽ ലോകത്തിന് മുഴുവൻ ഉപകാരത്തിനുമായിരിക്കും. നമ്മൾ ആ വിഷയം ഓർമ്മിക്കുക. തുടർന്ന് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. തുടർന്ന് ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. കുളങ്ങരയിലെ പരമാത്മികേ എൻ്റെ പ്രാർത്ഥന കേട്ടുണരൂ. പടിഞ്ഞാറെ നടയിലെ പടിവാതിലിൽ പതിവായി മനം നൊന്തു ഞാൻ തൊഴുതു നിൽപ്പു. ദേവി പന്തീരടി പൂജ തൊഴുതു നിൽപ്പു. ദേവി വിശ്വജനനി ജയ, വിശ്വമായി വിശ്വരൂപേ. അമ്മേ അന്നപൂർണേ ജയ, അംബികെ ആനന്ദമേകൂ. അടിയന്റെ അകതാരിൽ അണയാതെ എരിയുന്ന അമൃതാകുമറിവിന്റെ നിറദീപമാണു നീ ദേവി. അന്നപൂർണേ ജയ, അംബികെ ആനന്ദമേകൂ.